കുറ്റപത്രത്തിൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളൊന്നും സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള അടിസ്ഥാനത്തിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു. കുറ്റക്കാരനുള്ളത് അപ്പോൾ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം തലശ്ശേരി DYSP ആയിരുന്ന പ്രിൻസ് എബ്രഹാമും അതുപോലെ തുടർന്നു വന്ന ഷൗക്കത്തയും രണ്ട് DYSPമാരാണ് പ്രധാനമായും കേസിൻ്റെ അന്വേഷണം നടത്തിയത്. ആരംഭത്തിൽ തന്നെ കേസിൻ്റെ ക്രൈം കേസ് FIR രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ സംഭവത്തിൻ്റെ ദൃക്സാക്ഷിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പ്രധാന സാക്ഷിയായിട്ടുള്ള OP രജീഷ് അദ്ദേഹം ദൃക്സാക്ഷിയാണെന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ ആദ്യ മൊഴി നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. FIR-ൽ 15ഓളം പേരുകൾ സംഭവം നേരിൽ കണ്ട സാക്ഷി എന്ന നിലയ്ക്ക് സംഭവത്തിൽ ഉൾപ്പെട്ടവരായി OP രജീഷ് അദ്ദേഹത്തിൻ്റെ പ്രഥമ മൊഴിയിൽ പറയുകയുണ്ട്. ബോംബെറിഞ്ഞ് വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്നാണ് കേസ്. ബോംബ് ആരെറിഞ്ഞു എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായി തെളിവില്ല. റോഡിൽ വെച്ച് ബൈക്കിൽ പോകുന്ന വിജിത്തിൻ്റെയും ഷിനോജിൻ്റെയും നേരെ ബോംബെറിഞ്ഞു എന്നാണ് ആരോപിച്ചിട്ടുള്ളതെങ്കിൽ കല്ലായിച്ചുങ്കം അങ്ങാടിയിലെ ഈ ന്യൂമാഹി പെരിങ്ങാടി റോഡിലെവിടെയും ബോംബ് സ്ഫോടനത്തിൻ്റെ അവശിഷ്ടങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതോ തൊട്ട് തെക്കുഭാഗത്തുള്ള ഒരു ആട് ഫാം കോമ്പൗണ്ടിനകത്താണ്. ആട് ഫാം കോമ്പൗണ്ടിനകത്ത് വെച്ച് ഒരു സംഭവം നടന്നതായി FIR-ൽ പരാമർശമേയില്ല. ഇരട്ടക്കൊലപാതകം എന്നുള്ള നിലക്ക് പൊതുവെ ഹൈലി സെൻസേഷനുമായി ഈ കേസിൽ ഹാജരാക്കിയ സാക്ഷികളും തെളിവുകളും വ്യാജമാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതി വിഭാഗം തുറന്നു കാണിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രതിഭാഗത്തിന് ഈ കാര്യത്തിൽ പറയാൻ. നമ്മുടെ കോടതികൾ കൂടുതൽ വൈബ്രൻ്റ് ആകുന്നു എന്നുള്ളത് തെളിയിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ. കള്ള സാക്ഷികളെയും തെളിവുകളെയും ഹാജരാക്കിയാൽ രാഷ്ട്രീയ എതിരാളികളെ ജയിലടക്കാമെന്നുള്ള ആ വ്യാമോഹത്തിന് എതിരാണ്. അത് ഏറ്റ തിരിച്ചടിയാണ്. അതുകൊണ്ട് വളരെ നറുപാല് പോലെ ശുദ്ധമായ തെളിവുകൾ മാത്രം കോടതിയിൽ ഹാജരാക്കി അത് പരിശോധിച്ച് വിധി പറയാനാണ് കോടതി താല്പര്യപ്പെടുന്നത് എന്നുള്ളത് ഈ ഇന്നത്തെ വിധി കൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ ബഹുമാനപ്പെട്ട